അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കളെ, പാട്ടിൻ്റെ രാജകുമാരനാണ്. എന്നെ അറിയാം, എല്ലാവർക്കും അധികം അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചെറിയൊരു സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കാണിക്കാനാണ്. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. എന്തായാലും നമ്മുടെ യാത്രയിലൊക്കെ പടച്ച റബ്ബിൻ്റെ കാവൽ അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കാവൽ, ബദരീങ്ങളുടെ കാവലൊക്കെ പടച്ച റബ്ബ് തരട്ടെ. വാഹനങ്ങളിലും യാത്രയിലും ബിസിനസ്സിലും ഒക്കെ പടച്ച റബ്ബിൻ്റെ കാവൽ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് ഞാനിങ്ങനെ ഒരു 12 മണി ആ ഒരു സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോഴാണ് കണ്ടത് നല്ലൊരു കാറാണ്. ഇതാണ്ടോ, ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിക്ക് ഒരു 12 മണി 12:30 1 മണി ആ സമയത്ത് നമ്മളിവിടെ ഇങ്ങോട്ട് ഒരു വർക്ക്ഷോപ്പിലത്തെ ഒരാളുടെ വണ്ടിയാണ്. ഇവിടുത്തെ വർക്ക്ഷോപ്പിലത്തെ ഒരാളുടെ വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഇടിച്ച് അതിൽ രണ്ടാൾക്കാരോ 3 ആൾക്കാരോ എന്തായാലും ഉണ്ടായിരുന്നു. ഇതാണിപ്പോൾ വണ്ടിൻ്റെ കോലം. കാറാണ്. കാണുമ്പോൾ കാറൊന്നും തോന്നില്ല, നമ്മളെ പഴയ ഇരുമ്പുകൾ കൂട്ടിയിട്ട പോലെ ഉണ്ടാവും തോന്നുന്നുണ്ട്. കാറാണ്. 12 മണി 12:30 ആ ഒരു സമയത്ത് നടന്ന ഒരു ആക്സിഡൻ്റാണ്. ഇതാണ് 1. 2, ഈ വണ്ടി ഇടിച്ചിരിക്കണത് ഒരു ലോറിയിലാണ്. ഇതാണ്ടോ ലോറിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഒന്ന് കണ്ടോക്കാം. ഇതിൻ്റെ അടിയിലേക്കാണ് ഈ കാർ ഇടിച്ചിരിക്കണത്. കാർ ഇടിച്ച് കയറിയിരിക്കണത് ഈ ലോറിയിലേക്ക് ഇടിച്ചിട്ടാണ് കാറിപ്പോൾ അവർ കോലയക്കണത്. ലോറിക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെയാണ് പറയണത് നാട്ടുകാർ. ലോറിക്കാരൻ നേരെ പോകാനായിരുന്നു. അപ്പോൾ ഈ കാർ ഓവർടേക്ക് ചെയ്തിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇയാൾ കുടിച്ചിട്ടാണോ വന്നിക്കണത് അല്ല വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഒന്നും അറിയില്ല. വന്നപ്പോൾ ഇയാളിങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. തമിഴ്നാട് വണ്ടിയാണെന്നാണ് തോന്നണേ. അങ്ങനെ വന്ന് കിടക്കണൊക്കെ ഉണ്ട്. ഇയാളിങ്ങനെ കിടന്ന് വെള്ളം ചോദിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം വെള്ളമൊക്കെ കൊടുത്ത് അവസാനം പോലീസുകാരനെ വിളിച്ച് പോലീസുകാർ വന്ന് ആംബുലൻസിലൊക്കെ കയറ്റി ആളിനെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പടച്ചിറപ്പ് TN ആണ്, തമിഴ്നാടാണ്. എന്തായാലും പടച്ചിറപ്പ് ആയുസ്സും ആഫിയത്തൊക്കെ നീട്ടി കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് ഏത് മതക്കാർ എന്നുള്ളതല്ല, ഏത് മതക്കാരാണെങ്കിലും മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. എന്തായാലും പടച്ചിറപ്പ് കാക്കട്ടെ. ജീവനോടുണ്ടെങ്കിൽ എന്തായാലും ആഫിയത്തും ആയുസ്സും ഇനിയും പടച്ചിറപ്പ് നീട്ടി കൊടുക്കട്ടെ. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഖബറും ഒക്കെ വിശാലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടിട്ടുണ്ട് എന്താണെന്നുള്ള അവസ്ഥ നമുക്കറിയില്ല. അതിപ്പോൾ നമ്മൾ ആ സമയത്ത് വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. എന്തായാലും യാത്രകളിലൊക്കെ ശ്രദ്ധിക്കുക, യാത്രകളൊക്കെ നോക്കിയിട്ടൊക്കെ പോവുക. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ലോറി ആണെങ്കിലും എന്തിനാണെങ്കിലും യാത്രകളൊക്കെ ശ്രദ്ധിച്ച് പോവുക. എന്തായാലും പടച്ചോൻ കാക്കട്ടെ. യാത്രയിലൊക്കെ പടച്ച റബ്ബ് സന്തോഷം തരട്ടെ, അല്ലെങ്കിൽ യാത്രയിലൊക്കെ പടച്ചോൻ്റെ കാവൽ തരട്ടെ. വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് വണ്ടി എടുക്കുക, നോക്കിയിട്ടൊക്കെ പോവുക. അതുപോലുള്ള ഒരുപാട് യാത്രകളുണ്ടാവും. ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ വരാം സാധനം വാങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായാലൊക്കെ പുറത്ത് പോകുന്ന മക്കളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും. സ്പീഡിലൊക്കെ പോയി അങ്ങനെ ആക്സിഡൻ്റൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരാൾ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ റാജുൻ. എന്തായാലും അയാൾക്കും ഇന്നലെ ഒരാൾ മരണപ്പെട്ടു. ബ്ലോഗർ, എന്താ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആളുടെയും ഖബറൊക്കെ പടച്ച റബ്ബ് വിശാലാക്കി കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വാഹനമാണെന്ന് കരുതിയിട്ട് നമ്മുടെ ജീവൻ വെറുതെ കളയാൻ നിൽക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.